സിമ്പിളായിട്ട് നമുക്ക് ഒരു ബീഫ് കറി ഉണ്ടാക്കിയാലോ. എന്നാൽ വേഗം വന്നോളി, നമുക്ക് നല്ല അടിപൊളി ബീഫ് കറി ഉണ്ടാക്കി കളയാം. അതിന് മാണ്ടി എന്തെല്ലാന്നല്ലേ, ഒരു 1.5 കിലോ ബീഫ് എടുത്തേട്ടാ. 1.5 കിലോ ബീഫ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, അത് ചെറുങ്ങനൊന്ന് മുറിച്ചിടണമെന്നാലും ഞാൻ പറഞ്ഞേണ്ട, നിങ്ങൾക്കറിയാമെന്ന് ഞാൾക്കും അറിയാം. എന്നാൽ പിന്നെ കുറച്ച് ഉള്ളി കൊടുത്തോ, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ചീന്തിയത്, പിന്നെ മല്ലിച്ചപ്പും, പിന്നെ മസാലപ്പൊടികളും ഉപ്പും, ഇതെല്ലാം വേണം കേട്ടോ നമുക്കൊരു ബീഫ് കറി ഉണ്ടാക്കാൻ. എന്നാൽ വേഗം ഉണ്ടാക്കി തുടങ്ങിയാലോ. നമ്മൾ വെളിച്ചെണ്ണേൻ്റെ കാര്യം പറയാൻ മറന്നേക്ക്. ഒരു കുക്കർ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും പറഞ്ഞ്, പിന്നെ നമ്മൾ മുറിച്ച് വെച്ച ഉള്ളിയില്ലേ, ഒരു 5 ഉള്ളി ഉണ്ട് കേട്ടോ. 1.5 കിലോ ബീഫിന് ഒരു 5 ഉള്ളി എടുത്ത് നമ്മൾ നല്ലോണം മുറിച്ചിട്ടില്ലേ, അയ്യ ഉള്ളിയെല്ലാം നേരെ എണ്ണയിലിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യൂലേ, അത് നമ്മൾ പറയണ്ടല്ലോ, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ലേ. പിന്നെ നമുക്ക് വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 സ്പൂണ്, ഒരു 2 പച്ചമുളക് നല്ലോണം ചീന്തി എടുത്തത് കേട്ടോ, അതും ഇട്ട്. പിന്നെ നമുക്ക് വേണ്ടിയത് ഉപ്പല്ലേ. ഉപ്പിൻ്റെ അളവ് ഞാൾ പറഞ്ഞെന്നാൽ അതൊരു ശരിയില്ലാത്ത കാര്യമാണ്. കാരണം കൂടിപ്പോയ നിങ്ങളറിയോ, അതിലുണ്ടാക്കിയല്ലേ ഉപ്പ് ഇത്രയും ഇട്ടിട്ട്, അതുകൊണ്ടാണ് ഞാനും ഇട്ടേന്ന് പറയും. അങ്ങനെ പറയണ്ട കേട്ടോ, നിങ്ങൾ നോക്കിയിട്ടോളി ഉപ്പ്. കാരണം ഉപ്പ് കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കുറഞ്ഞു പോയാൽ പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും എന്ത് പണിയെടുക്കാം, കുറക്കാൻ കൂട്ടാം. പക്ഷേ എന്താ കൂടിപ്പോയാലോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആരും ഉപ്പ് കൂട്ടണ്ടേക്കിനെ കേട്ടോ. നല്ലപോലെ മിക്സാക്കി എടുക്കണം കേട്ടോ. ഉള്ളിയെല്ലാം ചെറുങ്ങനെ ഒന്ന് വാട്ടിയാൽ മതി, അധികമൊന്നും വാട്ടണ്ട. നമ്മൾ ഇറച്ചിയിൽ നിന്ന് വേപ്പിക്കുന്നതിന് അങ്ങ് വെന്തോളും. പിന്നെ വേണ്ടിയ തക്കാളിയാണ്, ഒരു 3 തക്കാളി മുറിച്ചിട്ടിട്ടുണ്ട്, അതും അതിലേക്കിട്ട് നമ്മൾ എടുത്ത് വെച്ച മസാലപ്പൊടികളില്ലേ, അതായത് മഞ്ഞൾപ്പൊടി 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മുളക് പൊടി, പിന്നെ 4 സ്പൂണ് നമ്മളെ മീറ്റ് മസാല ഇല്ലേ അതും, പിന്നെ മല്ലിപ്പൊടി ഒരു 4 സ്പൂണ് മല്ലിപ്പൊടിയും വേണം കേട്ടോ. പിന്നെ നമ്മളെ കുരുമുളക് പൊടിയില്ലേ, കുറച്ച് എരിവിന് വേണ്ടിയിട്ടാണ് കുരുമുളക് പൊടി ഇടുന്നത്. കുരുമുളക് പൊടിയും ഒരു സ്പൂണ് മതി. പിന്നെ നിങ്ങൾക്ക് എരിവ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടിക്കോ, കുറക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചേട്ടാ. അങ്ങനെ നല്ലൊരു ഒത്ത സ്പൈസി ആയിട്ടുള്ള കറിക്കാണ് നമ്മൾ ഇപ്പം അളവ് പറഞ്ഞത് കേട്ടോ. എന്നിട്ട് നമ്മളൊന്നെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നമ്മളെ കഴുകി വെച്ച ബീഫില്ലേ, അങ്ങനെ നല്ല കഴുകി വെച്ച ബീഫ് അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ കുഴച്ച് മറിച്ച് തിരിച്ചിങ്ങെടുക്കണം കേട്ടോ. എല്ലായിടെയും വയ്ക്കണേ, എല്ലായിടെയും ബീഫ് എത്തണോ, ബീഫിൻ്റെ എല്ലായിടെയും മസാലപ്പൊടികൾ എത്തണം. അങ്ങനെ നല്ലപോലെ കുഴച്ച് മറിച്ച് ഇളക്കി ഇങ്ങെടുക്കണം കേട്ടോ. നല്ലോണം കുഴച്ച് മറിച്ച് ഇളക്കി ഇങ്ങെടുത്ത് പിന്നെ നമുക്ക് മാണ്ടി എന്തെന്നില്ലേ, നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇവല്ല കുഴക്കൽ നിന്നിക്കില്ലേന്ന്. അങ്ങനെ കുഴക്കണോ, എന്നാലും അതിനൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങനത്തെ 2 കപ്പ് അളവിന് വെള്ളം പാരാം. കാരണം ബാക്കി വെള്ളമെല്ലാം നമ്മളെ ബീഫിൽ നിന്ന് നല്ലപോലെ ഇറങ്ങിയിട്ട് വെള്ളം വരും. അതുകൊണ്ട് തന്നെ 2 കപ്പ് അളവിൽ നമ്മൾ വെള്ളം പാരുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2 കപ്പ് അളവിൽ വെള്ളം എന്ന് വിചാരിച്ച് നിങ്ങൾ വലിയ കപ്പൊന്നും എടുത്ത് പാരില്ലേ, നമ്മൾ ചെറിയ കപ്പാണ് എടുത്തത്. അതുപോലെ നിങ്ങൾ നോക്കി ചെറിയ കപ്പിൽ 2 കപ്പ് വെള്ളം. എന്നാൽ പിന്നെ ഇടുന്നല്ലേ വെള്ളം. അങ്ങനെ വെള്ളവും പാർന്ന് പിന്നെ ഒന്നും കൂടി നല്ലോണം മിക്സാക്കി ഇങ്ങെടുത്താൽ കേട്ടോ. നല്ലപോലെ മിക്സാക്കി ഇങ്ങെടുത്ത് പിന്നെ നമ്മളെ ചിക്കൻ മസാലപ്പൊടി അല്ലേ, ബീഫ് മസാലപ്പൊടി ഇല്ലേ, അതിത്തിരി കുറവാന്ന് തോന്നിയോണ്ട് കുറച്ചിട്ടതാ കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ അളവ് തന്നെയാണ് കറക്റ്റ് അളവ്. എന്നിട്ടായി നമ്മൾ വിസിലടുപ്പിക്കണം. ഇങ്ങനെ കുക്കറിൽ ഒരു 5-6 വിസിലടുപ്പിച്ചാൽ നമ്മളെ നല്ല അടിപൊളി ബീഫ് കറി റെഡിയായി സെറ്റായി വരും കേട്ടോ. ഒരു 6 വിസിൽ 7 വിസിൽ അടിഞ്ഞോട്ടെ. കാരണം ബീഫ് ചിക്കൻ തൊട്ടല്ല നല്ലോണം വേണമല്ലേ. അപ്പോൾ ഒരു 6-7 വിസിലും അടുപ്പിച്ച് നമ്മൾ നേരെ അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കാം. പിന്നെ നമ്മൾ വിസിലൊന്ന് പോക്കി വെക്കുന്ന കേട്ടോ. നമുക്ക് തിരക്കുള്ളതുകൊണ്ടാണ്, തിരക്കില്ലാത്തവരെല്ലാം അവിടെ കുറച്ച് നേരം വെച്ചോളൂ കേട്ടോ. എന്നിട്ട് കുക്കർ തുറന്നാൽ മതിയേ. നമുക്ക് തിരക്കായതുകൊണ്ട് വേഗം ഒന്ന് തുറന്ന് നോക്കുന്ന. അപ്പോൾ വിസിൽ നല്ലപോലെ പോക്കിയിട്ടാണേ മൂടി എപ്പോഴും തുറക്കാവും. വേഗം ഒന്ന് മൂടി തുറക്കല്ലേ, പിന്നെ പാട് മുഖത്തേക്ക് പൊട്ടിത്തെറിക്കൂലേ. അതുകൊണ്ട് എന്ത് പണിയെടുക്കുക, കുറച്ച് വിസിലെല്ലാം പോക്കിയതിന് ശേഷം നമ്മൾ ഇറച്ചിക്കറിയിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ലാസ്റ്റും കൂടി ഇടണം കേട്ടോ. ലാസ്റ്റ് നമ്മൾ മുറിച്ച് വെച്ച മല്ലിച്ചപ്പ് ഇട്ട് നല്ലോണം ഇളക്കി മിക്സാക്കി ഇങ്ങെടുത്താൽ നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള എന്ത് റെഡി, ബീഫ് കറി റെഡി, സെറ്റായില്ലേ. എത്ര പെട്ടെന്നാണ് കഴിഞ്ഞല്ലേ, എത്ര പെട്ടെന്ന് കഴിഞ്ഞാൽ വേഗം കഴിഞ്ഞ ബീഫ് കറിയല്ലേ. എന്നാൽ പിന്നെ എല്ലാവരും പോയിട്ട് ഉണ്ടാക്കി വെക്കൂലേ.
നല്ല അടിപൊളിയായിട്ട് ഇവിടെ വെന്ത് കിട്ടിക്കട്ടെ, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു 6 വിസിലടിപ്പിക്കാൻ നിങ്ങൾ മറന്നോറേ. പിന്നെ ആവശ്യത്തിന് ഉപ്പുണ്ടോയെന്ന് നോക്കണേ നിങ്ങൾ. ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പ് കുറവാണേ പിന്നെ നിങ്ങൾ ഇട്ടോളി. നമ്മളെ മാപ്പിള തിന്നാൻ പോന്നാ എങ്ങനെയുണ്ടെന്ന് ഇപ്പം പറഞ്ഞു തരും കേട്ടാ. ഇതാ നമ്മൾ ദോശേൻ്റെ കൂടെയാണ് തിന്നുന്നേ. ഇതെന്തിൻ്റെ കൂടെയുമാണെങ്കിലും തിന്നാം. അടിപൊളി കോമ്പിനേഷനാണ്. ബീഫ് കറിയും പൊറാട്ട, ബീഫ് കറി നെയ്പ്പത്തിലി, ബീഫ് കറി ദോശ, ബീഫ് കറി ചപ്പാത്തി, അടിപൊളി സാധനം. എന്നാൽ പിന്നെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിക്കില്ലേ. നമ്മളെ കുഞ്ഞോട്ടിക്കും കൂടിയും കൊടുക്കാമല്ലോ. ഇത് കുഞ്ഞോട്ടിയല്ല കേട്ടാ, വലിയൂട്ടിയാണ്. കുഞ്ഞോട്ടി വയ്യ തിന്നാൻ വരുന്നുണ്ട് കേട്ടാ. എന്നാൽ പിന്നെ അമ്പ്രക്കുട്ടിയും തിന്നുന്നുണ്ട്. അങ്ങനെ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ അതും മറക്കണ്ട കേട്ടാ. എന്നാൽ പിന്നെ അടുത്ത വീഡിയോ കാണാം. ഓക്കെ.